എത്ര PSC അംഗത്തിനാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്? മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ PSC ലേലത്തിൽ വെച്ച ബാക്കിയുള്ള ഘടകകക്ഷികളെല്ലാം അത് ലേലത്തിൽ വെക്കില്ലേ? PSC മെമ്പർ പോസ്റ്റാണ് സാർ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ കമ്മീഷൻ നടത്തുന്നത്. അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ്. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. PSC അംഗത്തിന്റെ നിയമനത്തിന് കോഴ ചോദിച്ചുവെന്ന മാധ്യമ വാർത്തകളാണ് പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി സഭയിൽ അവതരിപ്പിച്ചത്. വന്ന വാർത്തകൾ ശരിയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കാനുമില്ല. പക്ഷേ പോലീസ് അന്വേഷിക്കണം. ഇതായിരുന്നു പ്രതിപക്ഷ ലൈൻ. പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊണ്ട് ഒരു പരാതി കോഴിക്കോട്ട് കൊടുപ്പിച്ചു. PSCക്ക് അപകീർത്തികരമായ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ PSC അംഗത്വം ലേലത്തിന് വെച്ചിരിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് കളം മാറ്റിച്ചവിട്ടി. പാർട്ടിക്കോ മുന്നണിക്കോ സർക്കാരിനോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തരത്തിലുള്ള ലേലം വിളിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ UDF ഭരണകാലത്തെ പിരിവും ലേലം വിളിയും ആരും ഓർത്തുപോകും. LDF UDF ഭരണവും താരതമ്യം ചെയ്തു പോകും. ഭരണത്തിലിരിക്കെ നടത്തിപ്പോന്ന ലേലവും പിരിവും ഓർമ്മകളായി മാറിയ UDFിൻ്റെ അവസ്ഥ പ്രതിഫലിക്കുന്നതായി മാറി പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ. ആ നൊസ്റ്റാൾജിയിൽ നിന്നും ഉയരെടുത്ത ആരോപണത്തിന് ഒത്ത മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. UDF കേരളം ഭരിച്ചപ്പോഴൊക്കെ PSC അംഗങ്ങളുടെ എണ്ണം കൂട്ടിയതും കെ കരുണാകരനെതിരെ അടക്കം PSCയുമായി ബന്ധപ്പെട്ടുയർന്ന ഗുരുതര ആരോപണങ്ങളും പ്രതിപക്ഷത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ അനിൽകുമാർ, ഇന്ന് ഈ സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ വാചകങ്ങൾ ഏതാണ്ട് ഇങ്ങനെയാണ്: CPIMന്റെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം 22 ലക്ഷം കൈപ്പറ്റി, ഡീൽ 60 ലക്ഷത്തിൻ്റെതായിരുന്നു. ആ ഡീൽ എന്നുള്ളത് ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ്, കഴിഞ്ഞ ഒരു ദിവസം പത്രത്തിൽ എഴുതി വന്നതാണ്. ഡീൽ 60 ലക്ഷം. മന്ത്രിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നമ്മളൊക്കെ കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകൾ പേര് പറഞ്ഞൊക്കെ തട്ടിപ്പ് നടത്തുന്ന പതിവും ഏർപ്പാടുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ മന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ അത്രമേൽ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളത് ഇന്നത്തെ ഈ സബ്മിഷൻ അവതരണത്തിൽ നിന്ന് കാണാവുന്നതാണ്. വാർത്ത വായിച്ചത് ശരിയാണോ എന്നറിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സബ്മിഷൻ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് എത്തിയപ്പോൾ ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പരാതിയില്ല എന്ന് പറയുന്നു, പക്ഷേ പാർട്ടി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ എന്നതടക്കം ചോദിക്കുന്ന നിലയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സബ്മിഷൻ അവതരിപ്പിച്ച് വോക്കൗട്ട് പ്രസംഗവും നടത്തി നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശ്രീ അനിൽകുമാർ. അല്ല, പരാതിയില്ല എന്നല്ല, പരാതിക്കാരിയുടെ മൊഴി ഇന്നലെ എടുത്തു എന്നാണ് നിയമസഭയിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്നും പറഞ്ഞു. അപ്പം ആരാണ് ആ പരാതിക്കാരൻ അല്ല പരാതിക്കാരി? ഇന്നലെ നിയമസഭ പറഞ്ഞു മൊഴി എടുത്തു കഴിഞ്ഞു എന്ന്. ഇന്നലെ നിയമസഭ പറഞ്ഞ കാര്യമാണ്. അപ്പം ആരാണ് ആ പരാതിക്കാരൻ അല്ല പരാതിക്കാരി ആരാണ്? ആ പരാതിക്കാരിയോട് ഏത് പോലീസാണ് മൊഴിയെടുത്തത്? ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്? അത് ഇന്നലെ നിയമസഭ പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ മതി. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഒരു വ്യാജം പറഞ്ഞു, നുണ പറഞ്ഞു. ആ നുണ പറഞ്ഞതിന് സാധൂകരിക്കാൻ ഇന്ന് 8:15 ഒരു കടലാസ് കൊണ്ട് പോലീസിലോ എവിടേക്കോ അയച്ചു കൊടുത്തു, മെയിലിൽ അയച്ചു കൊടുത്തു ഒരു പരാതി. ആ പരാതി തലയില്ല വാലുമില്ല. പോലീസ് ആരോട് പോലും ചോദിക്കണം, മാനാഞ്ചിറ മൈതാനത്ത് പോയി മൈക്ക് കെട്ടി വിളിക്കണോ? പണ്ട് നമ്മുടെ ആ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ചെരുപ്പ് കെട്ടി തൂക്കിയിട്ടിട്ട് മറ്റേ ചെരുപ്പിൻ്റെ ഉടമ വന്ന് എത്രയും വേഗം കീഴടങ്ങണമെന്ന് പറയുന്ന പോലെ മാനാഞ്ചിറ മൈതാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പരാതി കെട്ടി തൂക്കിയിട്ടിട്ട് ഇത് ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവിടെ പോലീസ് അനൗൺസ് ചെയ്യണോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും കുടുംബത്തിനെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ഏത് കള്ളം ആരും എഴുന്നള്ളിച്ചാലും അത് കൊണ്ടു നടന്ന് വിറ്റ് കാശാക്കിയിട്ട് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്.
അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തെളിയിക്കണം, ഞങ്ങൾ തെളിയിക്കണം, CPM തെളിയിക്കണം. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ. നിങ്ങളല്ലെങ്കിൽ വസ്തുത പുറത്തുവിടൂ. എന്ത് പുറത്തുവിടാൻ? നമ്മുടെ ഇല്ലാത്ത വസ്തുത എങ്ങനെ പുറത്തുവിടും? CPM-നെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ആക്ഷേപം ആർക്കെങ്കിലും ഉയർന്നു വന്നാൽ അന്വേഷിക്കില്ല എന്നല്ല, ശരിയായ പരിശോധന നടത്തുമെന്നാണ് ഞങ്ങളുടെ നയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, CPM ഏത് കാര്യത്തിനകത്തും തെറ്റു ചെയ്തവരെ സംരക്ഷിക്കാതെ നടപടിയിലേക്ക് പോകും. 3, നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനെ CPM പ്രോത്സാഹിപ്പിക്കും. ഇവിടെ ഒരു കാര്യത്തിലും മറച്ചു വെക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായി വ്യക്തമാക്കിയത് എന്താണ്? 8 കൊല്ലമായി കേരളത്തിലെ PSC നിയമനങ്ങൾ. ഈ PSC അംഗങ്ങളിൽ ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് നിയമനത്തിൻ്റെ അയോഗ്യത സംബന്ധിച്ച് പരാതിയുണ്ടോ? നിയമനത്തെ സംബന്ധിച്ച് പരാതിയുണ്ടോ? ആ PSC ഫലപ്രദമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ഒരു പത്രത്തിനകത്തൊരു വ്യാജം എഴുതി, ആ വ്യാജം വെച്ചിട്ട് CPM-നെ കടന്നാക്രമിക്കാൻ, അവിടെ അതാണ്, ഇവിടെ ഇതാണ്, മന്ത്രി ഇങ്ങനെയാണ് തുടങ്ങി കെട്ടുകഥകൾ ഉണ്ടാക്കാൻ, എന്നിട്ട് UDF-കാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, BJP-കാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. തൽക്കാലം കൂടോത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഒരാൾ കൂടോത്രം വെക്കുന്നു, അപ്പോൾ ഒരാൾ പറയുന്നു തലവേദനയുണ്ട്, വേറൊരാൾ കൂടോത്രം പറയുന്നു ഇപ്പോൾ കാലുവേദനയുണ്ട്, അപ്പോൾ വേറൊരാളുടെ വണ്ടി ഇടിക്കുന്നത് കൂടോത്രമാണെന്ന് വേറൊരു കമ്മിറ്റിക്കാർ. ഈ കൂടോത്ര കമ്മിറ്റിക്കാർ ഈ കേരളത്തിനകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തമ്മിലടിയും തൊഴുത്തിൽ കുത്തും മറച്ചു വെക്കാൻ വേണ്ടി വ്യാജങ്ങൾ നിർമ്മിക്കുക. ആ വ്യാജങ്ങളുടെ ആഘോഷങ്ങളാണ്. ഏറ്റവും അവസാനം ED-യുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കരുവന്നൂരിലെ വിധി, 2 വിധികൾ, ആ വിധികൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. നമ്മുടെ കേരളത്തിനകത്ത് വ്യാജങ്ങൾ ധാരാളം നിർമ്മിക്കപ്പെടുകയാണ്. അത് കുറേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ആക്ഷേപത്തിനും ഇടം കൊടുക്കാത്ത വിധം നിങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത്, നിങ്ങൾ വസ്തുതകൾ പോലീസിന് നൽകി സഹായിക്കണം. ഇപ്പോൾ പോലീസിൻ്റെ പരാതി യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് വിളിച്ച് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസ്സുകാർ ആരുടെ പേര് പറയും? ആരോട് അന്വേഷിക്കണം? ഇതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. ആരോട് അന്വേഷിക്കണം? ഇവിടെ കേരളത്തിലെ ഇത് ശരിയാക്കാൻ നടക്കുന്ന കള്ളം പറയുന്നവർ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് പത്രങ്ങളിലെ വന്ന വാർത്ത എടുത്ത് കാട്ടാം, അല്ലെങ്കിൽ ചാനലുകളിൽ വന്ന വാർത്തയുടെ കോപ്പി കാണിക്കാം. അത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഒരിക്കൽ ചെയ്ത പോലെയാണ്. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകളുടെ ഡാറ്റ അത് മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയി. നമ്മുടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ ചോർത്തിക്കൊണ്ടുപോയി. ഇതായിരുന്നു കേട്ടത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഡാറ്റ ചോർത്തത് ആരോട് പറഞ്ഞാണ്? അത് ഞാൻ പത്രത്തിൽ കണ്ടാന്ന് പറഞ്ഞു. അപ്പം ചെന്നിത്തലയുടെ അനുയായിയാണല്ലോ ഈ പറയുന്നത്. ഞാൻ പത്രത്തിൽ കണ്ട, പത്രത്തിൽ ആരാ കൊടുത്തത്? അതാർക്കും അറിയത്തില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ പോലീസ് ഒരു നടപടി സ്വീകരിക്കണം, ആരോട് പോയി ചോദിക്കണം. ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു, കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ട്, 121 നമ്പർ മുറി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ലേ, സത്യസന്ധമായിരിക്കാമല്ലോ, ഇടയ്ക്കെങ്കിലും അദ്ദേഹം സത്യം പറയട്ടെ. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ 121 മുറിയുടെ ഉടമസ്ഥൻ ഒരു PhD വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലില്ല. ആ മുറിയിലിട്ട് കോൺഗ്രസ്സുകാരനെ തല്ലിയെന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയുന്നത്. അതാണ് സത്യം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇടിമുറിയില്ല. പക്ഷേ ഇടിമുറി ഉണ്ടായിരുന്നു കേട്ടോ. ഇടിമുറികളും പല മുറികളും ഉണ്ടായിരുന്നു, പലതരം മുറികളും ഉണ്ടായിരുന്നു. ആ മുറികളുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ നാട് കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. നേരം പുലരുവോളം നുണ പറയാമെന്ന് കോൺഗ്രസ് വിചാരിക്കരുത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറേ നുണകളൊക്കെ നിങ്ങൾ കച്ചവടം ചെയ്ത് കാണും. അതൊക്കെ കുറേയൊക്കെ പ്രയോഗിക്കപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും. മുഖ്യമന്ത്രിക്കെതിരെ ഏത് നുണ പറഞ്ഞാലും ആളുകൾ ഏറ്റെടുത്തോളും എന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും അധികകാലം ഓടപ്പോകത്തില്ല. പെടുമരണം സംഭവിക്കാൻ പോകുന്ന നുണകളാണ് നിങ്ങളിപ്പോൾ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്, എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വസന്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തന്നെ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു
എന്ന് വെച്ചാൽ പോലീസ് മൊഴിയെടുത്തു എന്ന് അദ്ദേഹം പറയുന്നത് തന്നെ കളവാണ്. കാരണം ആ നിലയിലേക്ക് ഒരു പരാതി ഏതെങ്കിലും തരത്തിലേക്ക് വരാത്ത ഘട്ടത്തിൽ പോലും, ഇന്ന് രാവിലെയാണ് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പരാതി വന്നിട്ടുള്ളത്, ആ നിലയിൽ നുണ പറഞ്ഞുകൊണ്ട് ആരോപണങ്ങളെ നേരം പുലരുവോളം ഇങ്ങനെ നുണ പറഞ്ഞ് മുന്നോട്ട് പോയാൽ പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങളെ വിശ്വാസ്യതയോടെ അവതരിപ്പിക്കാനാവുക, അവരെ ബോധ്യപ്പെടുത്താനാവുക? ആ പ്രശ്നം ഈ വിഷയത്തിലും പ്രതിപക്ഷം നേരിടാൻ പോകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം. പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമ വാർത്തകളെ ആശ്രയിക്കുന്നു, അദ്ദേഹത്തിന് തന്നെ അതിൽ വലിയ ബോധ്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ ഇന്ന് പ്രസംഗത്തിൽ ആ നിലയിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട് വസന്ത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങളെ, ബോധ്യമില്ലാത്ത കാര്യങ്ങളെ കേവല രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി PSCയെ പോലൊരു സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തും വിധം നിയമസഭയിൽ ഉപയോഗിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ പോലെ ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്നതാണോ? അല്ല ശ്രീ ശരത്, നിങ്ങളുടെ തന്നെ ക്യാപ്ഷൻ, ഈ ചർച്ചയുടെ തന്നെ ക്യാപ്ഷൻ PSC അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. PSC ആരാണ് അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ? അങ്ങേക്കറിയാം. അങ്ങും ഒരു പരിധിവരെ ഞാനും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടക്കുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു കത്തിക്കുത്ത്? അവിടെ PSC റാങ്ക് ലിസ്റ്റിൽ 1 മുതൽ 10 വരെയുള്ള റാങ്കുകളിൽപ്പെട്ട ഒരു SFI നേതാവും ജൂനിയറായി വന്ന അവിടുത്തെ SFI യൂണിറ്റ് കമ്മിറ്റിയും തമ്മിലായിരുന്നു കത്തിക്കുത്ത്. ആ കത്തിക്കുത്തിന്റെ പുറത്ത് അന്വേഷണം നടക്കുന്നു. ആദ്യം അവിടെ പോലീസ് കേസെടുക്കുന്നത് PSC റാങ്കിംഗ് ലിസ്റ്റ് തട്ടിപ്പെന്ന് പറഞ്ഞല്ല, അവിടെ വധശ്രമത്തിനാണ് കേസെടുക്കുന്നത്. അപ്പോൾ ഈ കത്തിക്കുത്തുകൊണ്ട SFIക്കാർ പരാതി പറയുന്നു, ഇവരുടെ PSC റാങ്ക് ലിസ്റ്റ് തട്ടിപ്പാണ്, അത് അന്വേഷിക്കണം എന്ന്. അന്ന് അന്വേഷിക്കുന്നു. പിന്നീട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അതേ ചോദ്യപേപ്പർ അവർക്ക് കൊടുത്തപ്പോൾ 1 മുതൽ 10 വരെയുള്ള റാങ്കിൽ അകപ്പെട്ടവർക്ക് 1 മുതൽ 10 വരെ മാർക്ക് പോലും 100-ൽ കിട്ടിയില്ല. അപ്പോഴാണ് ഇത് PSC റാങ്ക് ലിസ്റ്റ് തട്ടിപ്പാണെന്ന് അറിയുന്നത്. അതായത് അന്ന് SFIയുടെ അവിടുത്തെ യൂണിറ്റ് ഘടകം തന്നെയാണ് ആർക്കെതിരെ സംസാരിച്ചത്? ഈ പറയുന്ന PSC റാങ്ക് ലിസ്റ്റ് തട്ടിപ്പ് നടത്തിയ മൂത്ത SFIക്കെതിരെ സംസാരിച്ചത്. അതേ വിഷയം തന്നെയാണ് ഇന്ന് CPM-ന്റെ ഇടയിൽ കോഴിക്കോട് ഈ PSC നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അടുക്കളപ്പുറത്ത് നിന്ന് തന്നെയാണ് വാർത്ത വെളിയിൽ വന്നിരിക്കുന്നത്. എന്താ സംശയം? ഇപ്പൊ ശ്രീ അനിൽകുമാർ, എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ അനിൽകുമാർ പറയുകയാണ്, നോക്കൂ, ഇത് ചില മാധ്യമ സൃഷ്ടിയാണ്. വാർത്തകൾ വന്നു, ചില പത്രങ്ങൾ പറയുന്ന കേട്ട് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ഇത് എടുത്തുകൊണ്ട് നടക്കുകയാണ്. വീക്ഷണമല്ലല്ലോ ശ്രീ അനിൽകുമാർ ഇത് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും ആദ്യം, ദേശാഭിമാനിയുമല്ലല്ലോ. അപ്പൊ അവരെ രണ്ടിനെയും വിട്ടേക്ക്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, പത്രങ്ങൾ ഒക്കെയല്ലേ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? നോക്കും, ഞാനും അനിൽകുമാറും ചർച്ചയ്ക്കിരിക്കുന്ന ഈ 8 മണിക്ക് 18 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സംസ്ഥാന കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഈ നടപടിക്ക് ശുപാർശ ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. തെറ്റാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ, അഭിഭാഷകൻ കൂടിയായ ശ്രീ അനിൽകുമാർ, അങ്ങ് പാർട്ടിക്ക് വേണ്ടി ഈ മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? രണ്ടാമത് ശ്രീ അനിൽകുമാർ ചോദിച്ചു, CPM എങ്ങനെ ഉത്തരം പറയും? DYFI എങ്ങനെ ഉത്തരം പറയും? പിണറായി വിജയൻ എങ്ങനെ ഉത്തരം പറയും? പാർട്ടി സെക്രട്ടറി എങ്ങനെ ഉത്തരം പറയും? എന്തിന് ഉത്തരം പറയണം? ഞങ്ങൾ പറഞ്ഞില്ലെന്നേ. പാർട്ടി സെക്രട്ടറിയോ പിണറായി വിജയനോ DYFIയോ ഒന്നും ഉത്തരം പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഉത്തരം പറയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പ്രതിപക്ഷം പറയുന്നത് ഇതാ ഇതുപോലൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. 4-5 ദിവസമായി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ അത് ചർച്ച ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടവിടാതെ നൽകിക്കൊണ്ടിരിക്കുന്നു. ശരി, അതില് പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ വസന്ത്, എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലേക്ക് ഒരു പരാതി വന്നിട്ടുള്ളത്? പ്രതിപക്ഷ നേതാവ് ഇന്നലെയും ഇന്നും പോലീസ് മൊഴിയെടുത്തു എന്ന് പറയുന്നു. ആരുടെ മൊഴി? എന്നാണ് പരാതി വന്നത്? മുഖ്യമന്ത്രി അടക്കം ഇന്ന് സഭയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വസന്തിന് അറിയായിരിക്കുമല്ലോ. അല്ല, ഈ പരാതി ഇന്ന് രാവിലെയാണ് വരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പരാതി കൊടുത്തു. ഞാൻ അതുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പരാതിയിന്മേൽ മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ സമർപ്പിക്കും, പോലീസിന് മുമ്പാകെ സമർപ്പിക്കും. വസന്ത് തന്നെ പറഞ്ഞു, കുറെ ദിവസമായി ഇങ്ങനെ കുറെ വാർത്തകൾ പോകുന്നു. ശരി, സമ്മതിച്ചു, വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ ഇന്നലെയും സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചു. ഇന്ന് സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് രാവിലെ 8-9 മണിക്ക് സഭ ആരംഭിച്ചു കഴിഞ്ഞ് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഈ വിഷയം എടുക്കുന്ന ഒരു ഘട്ടത്തിൽ 9 മണിക്കാണ് സഭ ആരംഭിക്കുന്നത്. 8:21 ഒരു പരാതി കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം?
പ്രതിപക്ഷ നേതാവിന് അവിടെ സംസാരിക്കാൻ പാകത്തിന് FIR ഇടൂ എന്ന് പോലീസ് FIR ഇട്ട് അന്വേഷിക്കണമെന്നൊരു ഡിമാൻഡ് മുന്നോട്ട് വെക്കാൻ പാകത്തിന് തൊട്ട് മുമ്പ് ഒരു പരാതി കൊടുത്തതല്ലാതെ അതിനു മുമ്പ് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ആ പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി ഒരു അന്വേഷണത്തിന് സന്നദ്ധമാണ്, വഴിവിട്ട രീതികൾ വകവെച്ചു കൊടുക്കില്ല, അത്തരം ആശങ്ക വേണ്ട, തട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടോ എന്നതാണ് കാര്യം, അതാണ് പരിശോധിക്കേണ്ടത്, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അവിടെ കാര്യം വ്യക്തമായില്ലേ? 8:21 പരാതി വരുന്നു, സഭ ആരംഭിച്ച ഉടനെ തന്നെ സബ്മിഷൻ വരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ. ആ സബ്മിഷൻ തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ശക്തമായ അന്വേഷണത്തിന് സന്നദ്ധമാണെന്ന് പറയുന്നതോടെ കാര്യം വ്യക്തമായില്ലേ? പിന്നെ ഈ ആക്ഷേപത്തിന് എന്ത് സ്കോപ്പാണുള്ളത്? അല്ല, ഇന്ന സമയത്ത് പരാതി കൊടുക്കണം എന്നുള്ള നിർദ്ദേശം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അവിടെ പ്രവർത്തിച്ചു വരുന്ന പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു പരാതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രീ പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ടായിരുന്നു കാണും, തെളിവുകൾ ശേഖരിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും. അതൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസ് മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ പോലീസിന് മുമ്പാകെ തെളിവുകൾ ഹാജരാക്കും, തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട്, അത് ഹാജരാക്കിയ ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പാകെ രണ്ടാം ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ അത് കാണിക്കുമെന്നാണ്, അത് വെളിയിൽ വിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഈ മാധ്യമങ്ങൾ 8:21 പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് അതിനുശേഷം മൊഴിയെടുക്കേണ്ട സമയം പോലും ആകുന്നതിന് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി അതേ സഭയിൽ അതേ സമയം പറയുന്നു അന്വേഷണത്തിന് സന്നദ്ധമാണ്, ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട, ഒരാശങ്കയും വേണ്ട, ക്ലിയറായി കഴിഞ്ഞു വിഷയം. ശ്രീ അനിൽകുമാർ, ഇതിനകത്ത് പ്രതിപക്ഷം സബ്മിഷനിലൂടെ മൂട്ടിയാൻ ശ്രമിച്ച വിഷയത്തിൻ്റെ ഒരു തലം തന്നെ നഷ്ടപ്പെട്ടു പോയോ? ഈ നിലയിൽ കാര്യങ്ങൾ പരിശോധിച്ച് വേണമോ ഈ വിഷയത്തെ സമീപിക്കാൻ? വളരെ ക്വിക്കായൊരു റെസ്പോൺസ് താങ്കളുടെ ഭാഗത്തു നിന്ന്. അതിന് ശേഷം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക്. അല്ല, നമ്മുടെ രാജ്യത്ത് നീറ്റ് പരീക്ഷ ചോരുന്നു, നെറ്റ് പരീക്ഷ അതിൻ്റെ ചോദ്യങ്ങൾ ചോരുന്നു, രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അപകടത്തിലായി, സൈന്യത്തിൻ്റെ പേപ്പർ ചോരുന്നു. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു കാര്യമാണ് കേരള PSC, ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നൊരിടം. അവിടെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഈ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് തന്നെയാണ് PSCയുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യം നടന്നത് കണ്ടുപിടിച്ചത്. ഈ പോലീസ് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ കാര്യം കണ്ടുപിടിക്കുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അത് കണ്ടുപിടിച്ചപ്പോൾ എന്താ നിലപാട് സ്വീകരിച്ചത്? അത് മൂടി വച്ചേക്കാം, ഒരു പരാതി വന്നാൽ മൂടി വച്ചേക്കാം എന്നല്ല, അതിലെ റാങ്കുകാരനായി മാറിയ ആൾക്ക് സർവീസിൽ ജോലി കൊടുത്തില്ല, PSCR ലിസ്റ്റിനകത്ത് അവരെല്ലാം ഒഴിവാക്കി, അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചു, കേസെടുത്തു. അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് ചോർത്താനിടയാക്കിയ ആളുകൾ ആരാണോ അവർ പ്രതിയായി. ഇതല്ലേ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുക? അതിനുശേഷം അത്തരമൊരു ചോർത്തലിന് സാധ്യതയില്ലാത്ത വിധം ആ PSC കേരളത്തിൽ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് എന്തു സംഭവിച്ചു? പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു 3.5 ലക്ഷം ആളുകൾ പുതുതായി PSC വഴി കേരളത്തിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് അപേക്ഷിക്കുന്നു, ഇപ്പോൾ കേരളത്തിലെ സർക്കാർ സർവീസിൽ ഈ 8 കൊല്ലത്തിനിടയ്ക്ക് കയറിയ ഉദ്യോഗാർത്ഥികൾ പുറത്തു വരട്ടെ. നിങ്ങൾക്ക് PSC എന്നുള്ള അനുഭവം എന്താണ്? നിങ്ങൾക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? PSC വഴി നടത്തിയ നിയമനങ്ങളിൽ തെറ്റായ കാര്യം നടന്നിട്ടുണ്ടോ? ഇവിടെ നിയമനം കിട്ടാതെ ശയനപ്രതീക്ഷ നടത്തിയ കുട്ടികൾ പോലും ഞങ്ങൾ തെറ്റായ നിലയ്ക്ക് ഏതെങ്കിലും കാര്യത്തിന് വിധേയമായതുകൊണ്ട് തള്ളപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും യഥാർത്ഥത്തിൽ 100 പേരെ നിയമിക്കേണ്ടിടത്ത് 1500 പേരുടെ ലിസ്റ്റ് വരും. അപ്പം 100 പേരെ നിയമിക്കുന്നിടത്ത് ഒരു 110 പേരെക്കുള്ള നിയമനം കിട്ടൂല. ബാക്കിയുള്ളവരോട് സർക്കാരിനെതിരാണ്. എന്നിട്ട് PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികളെല്ലാം കൂടി അവരെല്ലാം സംഘടിപ്പിച്ചിട്ട് പ്രതിപക്ഷ പറയുന്നത് പിണറായി സർക്കാരിനെ മാറ്റിയ പണി കിട്ടും. പിണറായി സർക്കാരിനെ മാറ്റിയ പണി കിട്ടുമല്ലോ, കേരള സർവീസിൽ പണി കിട്ടത്തില്ല കേട്ടോ. നിയമനോധനം നടത്തി ഉമ്മൻചാണ്ടിയാണ്. എന്നിട്ട് PSC വിദ്യാർത്ഥികളെല്ലാം കൂടെ ലിസ്റ്റിലുള്ളവരെ കൂട്ടിയിട്ട് പറയാം നോട്ടാക്കി വോട്ട് ചെയ്യണം, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത്. ഞങ്ങൾ പറയുന്നത് സർവീസിൽ കയറിയ കുട്ടികൾ പറയട്ടെ കേരളത്തിലെ PSCയെക്കുറിച്ച്. നമുക്ക് ഇന്ത്യയിലെ UPSCയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടുത്തെ സ്പീക്കറുടെ മകൾ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ ചില പ്രത്യേക സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കേരളത്തിലൊരു മുൻ മുഖ്യമന്ത്രിയുടെ മകള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ റീലുകൾ ഇടുന്ന വിധം അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടല്ലോ. ഇതേ രീതിയിൽ ഇവരും ഈ സ്പീക്കറുടെ മകളും യാത്ര ചെയ്യുന്നൊരു ആളായിരുന്നു, അത് അവരുടെ പ്രൊഫഷൻ. പക്ഷേ എന്താ സംഭവിച്ചത്?
അല്ല അതിലെന്താണ് തെറ്റാകും? അങ്ങേക്ക് എന്താ ബുദ്ധിമുട്ട്? അതവരുടെ പ്രൊഫഷൻ, ഇൻസ്റ്റഗ്രാം തർക്കമില്ല. അല്ല അതിലെന്താ എനിക്ക് ബുദ്ധിമുട്ടില്ല, അതവരുടെ പ്രൊഫഷൻ, അതവരുടെ പ്രൊഫഷൻ. ആ ശൈലി ശരി എനിക്ക് അല്ലല്ല, ആ ശരി ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ സാർ. അല്ല എന്ത് അതവരുടെ പ്രൊഫഷൻ, ആദരവോടെ കണ്ടു. അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. താങ്കളുടെ വിയോജിപ്പ് അതിൽ അവതരിപ്പിച്ചു. അദ്ദേഹം അത് ക്ലാരിറ്റി വരുത്തുന്നു. പറഞ്ഞു പൂർത്തിയാക്കൂ, എന്നിട്ട് ഞാൻ വരാം. വസന്ത് വരാം. അതവരുടെ പ്രൊഫഷൻ, ഞങ്ങളത് ആദരവോടെ കാണുന്നു. പണിയെടുത്ത് ജീവിക്കട്ടെ, തർക്കമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ അവരെ IAS കയറ്റിയാലോ? നിങ്ങൾക്ക് എത്ര പേർക്ക് പരാതിയുണ്ട്? എത്ര പേര് പരാതിപ്പെട്ടു? ഇന്ത്യ രാജ്യത്ത് മോദി സർക്കാരിൻ്റെ കീഴിലെ അവിടുത്തെ UPSC സംവിധാനം തട്ടിപ്പല്ലേ? എത്ര പരീക്ഷാ പേപ്പർ ചോർന്നു? നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് 1.25 കോടി ചെറുപ്പക്കാരാണ് 15 സംസ്ഥാനങ്ങളിലെ പരീക്ഷാ പേപ്പറുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് പരീക്ഷ മാറ്റിവെക്കപ്പെട്ട് താറുമാറാക്കപ്പെട്ടത്. അത്തരമൊരു ഇന്ത്യയിലാണ് കേരളത്തിലെ PSC. ആ PSCയെ കുറിച്ചാണ് കെട്ടുകഥ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സതീശനോട് അപേക്ഷിക്കുന്നു, ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല. ഇന്നലെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു മൊഴി എടുത്തിട്ടുണ്ടെന്ന്. ഇന്ന് അങ്ങ് വ്യക്തമാക്കൂ, ആരുടെ മൊഴിയെടുത്തു? ഏത് പോലീസുകാരനാണ് മൊഴിയെടുത്തത്? ഏത് പോലീസുകാരൻ, ഏത് പോലീസ് സ്റ്റേഷനിലെ ഏത് പോലീസുകാരൻ മൊഴിയെടുത്തു? ആരുടെ മൊഴിയെടുത്തു? സതീശൻ നിയമസഭയിൽ പറയുന്ന കള്ളമല്ല എന്നാണ് നമ്മുടെ നാട്ടുകാർ ധരിക്കുന്നത്. ഇടിമുറിയുടെ കെട്ടുകഥ പറഞ്ഞപ്പോൾ കള്ളം പറഞ്ഞു എന്ന് നമ്മൾ തെളിഞ്ഞല്ലോ. ഇടിമുറിയുടെ കെട്ടുകഥ പറഞ്ഞപ്പോൾ കള്ളം പറയുന്ന ആളാണ് നമ്മൾ തെളിഞ്ഞല്ലോ. സതീശൻ പറഞ്ഞല്ലോ, ശരി ശരി, മുരളീധരൻ്റെ പെങ്ങള് പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് കൊണ്ടുപോയത് ബെഹ്റയാണ്, ലോകനാഥ് ബെഹ്റയാണ്, തെളിവുണ്ട്. എന്നിട്ട് സതീശൻ അവിടെ പോയി, തെളിവ് അവിടെ പോയി. സതീശൻ്റെ വാക്കിന് ഇത്ര വിലയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വിലയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ മൊഴിയെടുത്തു കഴിഞ്ഞു എന്ന വിഷയത്തിലാണ് തെളിവ് നിങ്ങളോട് ചോദിക്കുന്നത്. ആരുടെ മൊഴിയെടുത്തു? ഊഹാപോഹങ്ങളുടെ പുറകെ പോകാതെ സത്യം പറഞ്ഞ് കേരളത്തെ രക്ഷിക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. റൈറ്റ്. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഞാൻ വസന്തിലേക്ക് വരാം. വസന്ത്, അതിന് മുമ്പ് ശ്രീ ജയചന്ദ്രനിലേക്ക് കൂടി. ശ്രീ ജയചന്ദ്രൻ, ഇന്ന് ഈ വിഷയം വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലയളവിൽ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കാലയളവിൽ അർഹതയുള്ളവർ മാത്രമാണ് PSC അംഗങ്ങളായി വന്നിട്ടുള്ളത്. അംഗങ്ങളായവരെക്കുറിച്ച് ആക്ഷേപമൊന്നുമില്ല, നിയമനത്തിലും ആക്ഷേപമില്ല. ഇത് വാർത്തകളിൽ വന്നിട്ടുള്ളത് നിയമനം നൽകാമെന്ന നിലയിൽ ഒരു വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തി. എന്നാൽ CPIM നിയമിച്ചിട്ടുള്ള, LDF നിയമിച്ചിട്ടുള്ള ഈ PSC അംഗങ്ങളുടെ പരിഗണനയിലൊന്നും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ പറഞ്ഞതുപോലത്തെ ഒരു ക്രൈറ്റീരിയോ ആ സാഹചര്യത്തിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്ത വിധം തന്നെയാണ് മുന്നോട്ട് പോയിട്ട്. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാചകങ്ങളുടെ പ്രസക്തിയുള്ളത്. അതായത് അംഗങ്ങളെക്കുറിച്ച്, ഇതുവരെ നിയമിച്ച അംഗങ്ങളെക്കുറിച്ച് ഒരാക്ഷേപവുമില്ല, നിയമനത്തിലും ആക്ഷേപമില്ല. അല്ലാതെ വരുന്ന ഏതെങ്കിലും തട്ടിപ്പ് താല്പര്യം വെച്ച് പുറത്തു നടത്തുന്ന ഓഫറുകൾ ഉണ്ട് എങ്കിൽ ആ ഓഫർ വെച്ച് PSC എല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ PSCയെ എന്ന വലിയ സംവിധാനത്തെ, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം നിയമനം നടത്തുന്ന, ദേശീയ ശരാശരിയേക്കാൾ മുകളിൽ നിയമനം നടത്തുന്ന ഒരു സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, അതിൽ ഡിബേറ്റുമില്ല. ആ നിലയിലേക്ക് പോകരുത് രാഷ്ട്രീയ താല്പര്യം വെച്ച്. ഞാനത് സാന്ദർഭികമായത് സൂചിപ്പിച്ചു മാത്രം. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരുന്നത്, അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് PSC അംഗത്വം എന്നത് ലേലം വിളിയായി മാറുന്നു എന്ന രീതിയിൽ പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ വാദത്തിൻ്റെ, ഈ വിശദീകരണത്തിൻ്റെ പ്രസക്തി നിൽക്കുന്നത്. അത് പറഞ്ഞ് മാത്രം മുഖ്യമന്ത്രി അവസാനിപ്പിച്ചില്ലല്ലോ ശ്രീ ജയചന്ദ്രൻ. താങ്കളെപ്പോലൊരു സീനിയർ ജേർണലിസ്റ്റിൻ്റെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞ കണക്കുകൾ കൂടി വെക്കാം. അദ്ദേഹം പറഞ്ഞ എന്താണ്? മുഖ്യമന്ത്രി 1982 PSCക്ക് കേരളത്തിൽ 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1983 തൊട്ടടുത്ത വർഷം അത് 13 തൊട്ടടുത്ത വർഷം 84 അത് 15 പിന്നീട് ഒരു നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം 87 നയനാർ സർക്കാരായിരുന്നു പിന്നീട് കേരളം ഭരിച്ചത്. 2005 വന്നപ്പോഴേക്കും 18 2013 വന്നപ്പോൾ 21 എന്ന് വെച്ചാൽ ഈ വർഷങ്ങളാകെ നോക്കിയാൽ ഈ കാലയളവിലെല്ലാം UDF ആണ് ഭരിച്ചത്. അങ്ങനെ 9 നിന്നും 21 PSC അംഗങ്ങളുടെ അംഗബലം വർദ്ധിപ്പിച്ചത് UDF ഭരണകാലത്താണ്. അതുപോലെ തന്നെ അദ്ദേഹം 2004 ഒരു വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് PSCയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കുകയും ചെയ്തല്ലോ. അതിൽ അദ്ദേഹം ചില പേരുകൾ കൂടി പറഞ്ഞു. ഒട്ടും നിസ്സാരരല്ലാത്ത മനുഷ്യരെക്കുറിച്ചാണ്, നേതാക്കളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒന്ന് K കരുണാകരൻ, മറ്റൊന്ന് ഉമ്മൻചാണ്ടി, ആര്യാടൻ, വക്കം, ഇവരുടെയൊക്കെ പേരുകൾ അന്നത്തെ വലിയ വിവാദത്തിൽ ഉയർന്നു വന്നില്ലേ, പരാമർശിക്കപ്പെട്ടില്ലേ എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണത്തിൻ്റെ ക്ലച്ച് നഷ്ടപ്പെട്ടോ?
നേരത്തെ ഈ പ്രശ്നത്തിലുള്ളത് ഞാൻ കണ്ടത് ഇന്ന് രാവിലെ 11:30 മുഖ്യമന്ത്രിയുടെ മറുപടി. അതിന് തൊട്ട് മുൻപ് വി.ഡി. സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷനും വരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എനിക്കൊരപേക്ഷയേ ഉള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ മേൽ അനാവശ്യമായി അടിസ്ഥാനരഹിതമായി ചെളിവാരി എഴുതരുത്, കരിവാരി തേക്കരുത്, ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ അതിന് ഉപോദ്ബലകമായി മുഖ്യമന്ത്രി പറഞ്ഞ വിവിധ വർഷങ്ങളുടെ 1982 9 പേർ മാത്രമുണ്ടായിരുന്ന PSC പിന്നീട് വിവിധ കാലങ്ങളിലെ UDF സർക്കാരുകൾ വർദ്ധിപ്പിച്ച് 2011-14 ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനെ 21 ആക്കി മാറ്റിയ അതിൻ്റെ ചരിത്രം മുഖ്യമന്ത്രി ഹ്രസ്വമായിട്ടാണെങ്കിലും പറഞ്ഞു. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷം ഇപ്പോഴും കഴിഞ്ഞ 3 വർഷമായിട്ടും PSCയുമായി ബന്ധപ്പെട്ട നിരവധി അടിസ്ഥാനപരമായ കണക്കുകൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ചർച്ചകളിലൊക്കെ സജീവമായി ഉന്നയിക്കപ്പെട്ടു പോന്നിട്ടുമുണ്ട്. അപ്പോൾ PSC എന്നുള്ളത് കേരളത്തിൽ വിശ്വാസ്യതയുള്ള ഭരണഘടനാ സ്ഥാപനമാണെന്നും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാന PSCകളുടെക്കാളും UPSCയെക്കാളിലും ശതമാനക്കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന കാര്യത്തിൽ കേരള PSCയാണ് മുമ്പിലുള്ളതെന്ന് കണക്കുകൾ വെച്ച് സമർത്ഥിക്കാൻ ഗവൺമെൻറ് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പിലുള്ള പ്രശ്നം PSCയുടെ വിശ്വാസ്യത തകർക്കുക, അല്ലെങ്കിൽ PSCയിൽ പരീക്ഷ എഴുതുന്നവർക്ക് കൃത്യമായ ജോലി കിട്ടുന്നില്ല എന്ന് വരുത്തി തീർക്കുക, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഉദ്യമമായി അല്ലെങ്കിൽ താല്പര്യമായി UDFും ഒരു വിഭാഗം മീഡിയയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ ഈ പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുൻപുള്ള ഘട്ടം ഈ CPOമാരുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം. ഈ ഏതൊരു റാങ്ക് ലിസ്റ്റിലും PSC നിലവിൽ വന്ന 1956 മുതൽ ഇന്നേ വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിലെ മുഴുവൻ ആൾക്കാർക്കും ജോലി കൊടുക്കാനേ കഴിയില്ല. അത് UDF നേതാക്കൾക്ക് അറിയാത്ത കാര്യമല്ല, മാധ്യമങ്ങളിലിരിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക് ഒട്ടും അറിയാത്ത കാര്യവുമല്ല. പക്ഷേ CPO റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ കാലാവധി തീരാൻ പോകുന്നു, നിയമനം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ബഹളം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന മുഴുവൻ ആൾക്കാർക്കും, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആൾക്കാർക്കും എങ്ങനെയാണ് നിയമനം കൊടുക്കാൻ കഴിയുക? ഒഴിവുകൾക്കനുസരിച്ച് നിയമനം കൊടുക്കാൻ കഴിയൂ. അങ്ങനെ അല്ലാത്തൊരു മാജിക് വാൻഡ് എന്തെങ്കിലും പ്രത്യേകമായി LDF ഗവൺമെൻറ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് നിയമവിരുദ്ധവുമാവില്ലേ? അങ്ങനെ ഇല്ലാത്ത ഒഴിവുകൾക്ക് ആൾക്കാരെ തിരികെ കയറ്റിയാൽ അല്ലാതെ തന്നെ വിമർശനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അത് കഴിയില്ല എന്നറിയാം. അതായിരുന്നു പ്രധാനപ്പെട്ട ആയുധമായിട്ട് ആദ്യം പ്രയോഗിച്ച് നോക്കിയത്. അത് വേണ്ട വിധം ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഒരവസരം വന്നപ്പോൾ പുതിയൊരു സംഭവമായിട്ട് പെട്ടെന്ന് പൊടുന്നനെ ചാടി വീഴുന്നത്. ആ ചാടി വീഴുന്ന ഈ അവസരം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പറയുന്ന ആൾക്കാരുടെ കോഴിക്കോട്ടെ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ടാണ് വിഷയം രൂപപ്പെടുന്നത്. ആ രൂപപ്പെടുന്ന വിഷയത്തിൽ പരാതിയില്ല എന്നുള്ള ഏറ്റവും വലിയ പരിമിതി UDFനും മാധ്യമങ്ങൾക്കും സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ആധികാരികമായി എവിടെയെങ്കിലും കൊടുക്കപ്പെട്ടൊരു പരാതി ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ പൈസ കൊടുത്തു എന്ന് പറയുന്നൊരു പരാതി ഇല്ല. ആ പരാതി ഇല്ലാതെ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഐഡിയയും ഇല്ലെങ്കിലും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ കേന്ദ്ര പ്രമേയമാക്കിക്കൊണ്ടാണ് 2 ദിവസമായി മാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ചയും, അച്ചടി മാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും നടക്കുന്ന മുഴുവൻ ചർച്ചകളിൽ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ സ്ഥലത്തെ ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ. അത് സൂചിപ്പിച്ച് പോകാതിരിക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക്, രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുന്നുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് നന്ദി രാഹുൽ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ വന്ന 1-ാം പേജ് ബാനർ ഹെഡിങ്, അത് സംബന്ധിച്ച് വലിയ വിവാദം ആ പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിൽ തകൃതിയായിട്ട് നടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം, ഒറ്റ ജില്ലയുടെ കാര്യമാണ് കേട്ടോ, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 5000 കോപ്പികളാണത്രേ മാതൃഭൂമിയുടെ ഈ ഒരൊറ്റ വാർത്ത കൊണ്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഡയറക്ടർ, സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹം ക്ഷുഭിതനായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒപ്പം ഈ CPMനെതിരെ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന 2 വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു മാതൃഭൂമിയിൽ സമീപ ദിവസങ്ങളിൽ. അപ്പോൾ അത് സംബന്ധിച്ചും
അദ്ദേഹം ക്ഷുഭിതനായി, ഈ സീനിയർ മോസ്റ്റ് ഡയറക്ടർ. എഡിറ്ററോടാണ് ക്ഷുഭിതനാവുന്നത്. അപ്പോൾ എഡിറ്ററുടെ മറുപടി പിന്നെ അത് പ്ലാൻഡ് ആയിരുന്നു, വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഗതിയായിരുന്നു. അതിന് എം ഡിക്ക് അറിയാമായിരുന്നു. എം ഡി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, LDF-ഉമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവും കൂടിയാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജൂലൈ ഈ മാസം 22-ന് ഡൽഹിയിൽ പിന്നെ വീരേന്ദ്രകുമാർ അനുസ്മരണം നടക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ളൊരു ഒരു ഡിസ്കോഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ സീനിയർ മോസ്റ്റ് ഡയറക്ടർക്ക് ലഭിച്ചത്. അപ്പോൾ ഈ ഇത് സൂചിപ്പിക്കാൻ കാര്യം, 2 നുണവാർത്തകൾ എന്തിനുണ്ടായി എന്ന് ഡയറക്ടർക്ക് തന്നെ ചോദിക്കേണ്ട സാഹചര്യവും, അതുണ്ടായത് ബോധപൂർവമായിരുന്നു, അത് പ്ലാൻ ചെയ്തിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വാർത്തയാണെന്ന് അതിൻ്റെ പത്രാധിപർ തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായ പശ്ചാത്തലം ഇതിന് മുമ്പിൽ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് ഇരിക്കുന്നത്, ഇന്നലെ ആലപ്പുഴയിലാണ് ഗോവിന്ദമാഷ് പറഞ്ഞത് പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ കളകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കളകൾ ഉണ്ടെങ്കിൽ അത് പറിച്ചു നിൽക്കുക തന്നെ ചെയ്യും, അത് പാർട്ടിയുടെ നടപടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതിനുള്ള ആവശ്യമായ നടപടികൾ തുടർന്ന് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെ 8:21 പരാതി കൊടുത്തു മുഖ്യമന്ത്രി തന്നെ ഇന്ന് സഭയിൽ പറഞ്ഞതാണല്ലോ. ആ പരാതി കൊടുക്കുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. അപ്പോൾ വസന്ത് പറഞ്ഞു, ആളുടെ പേരും പറഞ്ഞല്ലോ. എന്താണ് അത് ഇമെയിൽ പരാതിയാണെന്ന് വെച്ചാൽ പരാതിക്കാരൻ നേരിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ടില്ല, ചെന്നാലല്ലേ ഈ പറഞ്ഞ മൊഴിയെടുപ്പും ഏർപ്പാട് നടക്കുകയുള്ളൂ. അങ്ങനെയും സംഭവിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞൊരു ഇമെയിൽ പരാതി എന്നാണ്. അല്ല അത് ഇത് കാണുമ്പോഴൊക്കെ തോന്നുന്നൊരു കാര്യം, അതോടെ പറഞ്ഞ് ഞാൻ ഈ ഘട്ടം നിർത്തുകയാണ്. ഒരു കാര്യം കൂടെ തോന്നുന്നൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി സർക്കാർ ചെയ്ത ഒരു നല്ല കാര്യം പറയാൻ കേരളത്തിലെ ഈ വിമർശക മാധ്യമങ്ങൾ, ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നതെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ നിമിഷം വരെ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ മാധ്യമ പ്രഭുക്കളോടും അവരെ അനുധാവനം ചെയ്യുന്നവരോടും അവരെ പിൻപറ്റുന്നവരോടും ഒക്കെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം. എന്തെങ്കിലും നിരവധി കാര്യങ്ങളുണ്ടല്ലോ, അതിൽ മുഴുവനും പിന്നെ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തുന്നതല്ലാതെ ഈ ഗവൺമെൻറ് ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറയാനായിട്ട് എന്താണ് ഈ മാധ്യമങ്ങൾ എന്നെങ്കിലും തയ്യാറായിട്ടില്ല? ഈവൻ കോവിഡ് കാലത്തും പ്രളയകാലത്തും നിപ്പ കാലത്തും ഓഖിയുടെ കാലത്തും അടക്കമാണ് ഞാൻ ചോദിക്കുന്നത്, അതിനെ ഒഴിവാക്കിക്കൊണ്ടൊന്നുമല്ല. അന്നൊക്കെ അതിനെ മറികടന്നത് മുഖ്യമന്ത്രിയുടെ പിന്നെ വളരെ സുദൃഢമായ ആത്മവിശ്വാസം കൊണ്ടാണല്ലോ മറികടക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കക്ഷിരാഷ്ട്രീയ പ്രേരിതമായ അടിസ്ഥാനരഹിതമായ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്നുള്ളത് വളരെ വേഗം വെളിവാകുകയാണ്. പിന്നെ മറിച്ചുള്ള ആരോപണങ്ങൾ വരുന്ന വാർത്തകളുണ്ടെങ്കിൽ അത് പിന്നെ ഏത് തരത്തിലും പാർട്ടി തലത്തിലാണെങ്കിൽ അങ്ങനെയും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അന്വേഷിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉൾക്കാമ്പതിനുണ്ടെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടുകയും മുഖ്യമന്ത്രി സഭയിൽ പറയുകയും ചെയ്തു. ഞാൻ ശ്രീ വസന്തിലേക്കാണ് വരുന്നത്. വസന്ത്, ഞാൻ നേരത്തെ കേരളത്തിലെ PSC അംഗങ്ങളുടെ എണ്ണം 9-ൽ നിന്ന് 21 ഓരോ UDF ഭരണകാലത്തും കൂട്ടി കൊണ്ടുവന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ സ്വയം ഓർമ്മിച്ചെടുത്തതുപോലെ ലേലം വിളിക്കാൻ വേണ്ടിയായിരുന്നോ, പിരിവ് നടത്താൻ വേണ്ടിയായിരുന്നോ എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയുണ്ട്. 2 PSC നിയമനത്തിൽ നിയമനം നടത്താൻ വേണ്ടി കോഴ എന്ന നിലയിലാണ് പ്രതിപക്ഷം ഇന്ന് ഈ ആക്ഷേപം ഉന്നയിച്ചത്. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഈ നാളിതുവരെ അർഹതയുള്ളവർ മാത്രമേ ആയിട്ടുള്ളൂ, തർക്കം ഉന്നയിക്കാനോ കേസോ പ്രശ്നമോ ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ സാഹചര്യമോ നാളിതുവരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല, അത്തരമൊരു സാഹചര്യവുമില്ല. അംഗങ്ങളെക്കുറിച്ച് ആക്ഷേപമില്ല, നിയമന രീതിയിലും നിയമനത്തിലും ആക്ഷേപമില്ല എന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്ര വ്യക്തതയോടെ ഒരു സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ 8:21 ഇമെയിലിലൂടെ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സഭയിൽ പ്രതിപക്ഷ നേതാവ് ആ വിഷയം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി തൊട്ടു പിന്നാലെ പറയുന്നു അന്വേഷണത്തിന് സന്നദ്ധമാണ്. അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് ശ്രമം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പോലും അന്വേഷണം നടക്കും. കാരണം PSCയെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തികരമായ ഒരു അന്തരീക്ഷത്തിൽ നിർത്താൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല, അനുവദിക്കില്ല എന്ന് തന്നെയാണ്. ആ തരത്തിൽ വ്യത്യാസമുണ്ടെന്ന് ഈ സമീപനത്തെ കാണുന്ന UDFും LDFും തമ്മിൽ. ഇന്ന് ശ്രീ അനിൽകുമാർ ആവർത്തിച്ചു പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഈ രാഷ്ട്രീയ ആരോപണം നിലനിർത്താൻ വേണ്ടി കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് 8:21 പരാതി വന്നത്, ഇന്നലെ മൊഴിയെടുത്തു എന്ന നിലയിൽ എങ്ങനെ ആവർത്തിക്കുന്നു? അങ്ങനെയാണെങ്കിൽ വ്യക്തമാക്കേണ്ടത് പ്രതിപക്ഷം തന്നെയല്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെയാണ്.
ഓക്കെ, ശ്രീ ശരത്, രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം. ഒന്ന്, ശ്രീ MJ പറഞ്ഞ കാര്യം. MJയും ഞാനും ഒക്കെ ചർച്ചയ്ക്ക് പോകുന്ന ഒരു ചാനലിനെ പറ്റിയാണ് പറഞ്ഞത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്ന MT പ്ലാൻ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ പറയപ്പെടുന്ന MTയുടെ പാർട്ടി ഏത് മുന്നണിയിലാണ്? അത് ആരുടെ കൂടെയാണ്? ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്. CPM-നുള്ളിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്ന, വെളിയിലേക്ക് വന്ന ആരോപണമാണിത്. സംശയമൊന്നും വേണ്ട. അത് പാർട്ടി അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കട്ടെ, എന്നിട്ട് തെളിവ് കണ്ടുപിടിക്കട്ടെ. രണ്ടാമതായി ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യം എന്താണ്, PSCക്കെതിരായി ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കത്തിക്കുത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ ഈ സർക്കാർ എന്ത് നയം സ്വീകരിച്ചു, ഞങ്ങൾ ആ കേസ് ഒതുക്കി തീർത്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശ്രീ അനിൽകുമാർ, ആ കേസ് ഒതുക്കി തീർക്കാൻ പറ്റില്ലായിരുന്നേ. കാര്യം ഉച്ചയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നു. 3 മണിയോടുകൂടി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്യുന്നു. SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ വെളിയിൽ വന്ന് മാധ്യമങ്ങളോട് പറയുന്നു, ഇവർ ഈ കേസിൽ പ്രതിയായിട്ടുള്ളവർ PSC തട്ടിപ്പ്. വസന്ത്, അതിൽ കിടന്ന് ചുറ്റിത്തിരിയാതെ PSC അംഗങ്ങളിലേക്ക് വരും. നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് വസന്ത്, നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അവിടെ നിന്നൊക്കെ പുതിയ വിഷയത്തിലേക്ക് നമ്മൾ ഒരുപാട് വന്നു. താങ്കൾ തുടങ്ങിയത് അവിടെ, ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. വെരി സോറി, പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ശ്രീ അനിൽകുമാറിന്റെ ന്യായീകരണത്തിനെ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു എന്നാണ്. അദ്ദേഹം ആവർത്തിച്ച് നിങ്ങളുടെ നേരെ ഉന്നയിച്ച ചോദ്യം പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ നുണ പറയുന്നു. അതിലാണ് വസന്ത് മറുപടി പറയേണ്ടത്. UDF ഭരണകാലത്തെല്ലാം PSCയുടെ അംഗബലം കൂട്ടിയത് ലേലം വിളിക്കാനാണോ? ഇതിനാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അല്ല, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നു. സഭയിലല്ലേ നുണ പറയാം. സഭയിൽ CPM-ന്റെ അംഗങ്ങളില്ലേ? സ്പീക്കറിൽ നിന്ന് പരാതി കൊടുക്കണം, അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കണം, സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കണം. ഇന്നത്തെ വിഷയമല്ലല്ലോ. അനിൽകുമാർ ഇപ്പൊ നേരത്തെ തൊട്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ വിഷയത്തിലാണ് ഇന്നലെയും ഇന്നുമായി അദ്ദേഹം ഈ ചർച്ചയിൽ. അദ്ദേഹം നിയമസഭാംഗമല്ല ഒന്നാമത്. 2, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു വിഷയം ചർച്ചയിൽ ഉന്നയിച്ചതാണ്. കോൺഗ്രസ് അതിന് രാഷ്ട്രീയമായ മറുപടി പറഞ്ഞാൽ മതി. സഭയിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MLA-മാര് തീരുമാനിക്കട്ടെ. അല്ല, രാഷ്ട്രീയമായ മറുപടിയാണ്. ശ്രീ ശരത്ചന്ദ്രൻ, അദ്ദേഹം എന്റെ ജില്ലയിൽ നിന്നുകൂടെയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ അങ്ങനെ വില കുറിച്ച് കാണിക്കണ്ട. അദ്ദേഹം MLA അല്ലെങ്കിലും ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. MLA അല്ല എന്ന് പറയുന്നത് വില കുറഞ്ഞ കാര്യമാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് വസന്ത്? അദ്ദേഹം ആ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് സഭയ്ക്ക് പുറത്ത് ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് നിരന്തരം ഈ വിഷയത്തിൽ കളവ് പറയുന്നു. വസന്ത് അതിനെ കൗണ്ടർ ചെയ്ത് പുറത്തു വരൂ. ഞാൻ അത് കേൾക്കാനായിരിക്കുന്നത്. അല്ലല്ലോ, ഞാനതിൽ എനിക്ക് സംശയമൊന്നുമില്ല ശ്രീ ശരത്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കണം. അങ്ങനെ പരാതി കൊടുത്തു കഴിയുമ്പോൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു വാദം എന്താണ്, VD സതീശൻ അല്ല ആര് നിയമസഭയിൽ പറഞ്ഞാലും അത് സത്യമാണ് എന്ന് ജനം തെറ്റിയിരിക്കും എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, തെറ്റിയിരിക്കും. അപ്പൊ സ്വാഭാവികമായും സഭയ്ക്കുള്ളിൽ പരാതി വന്ന് അത് അങ്ങനെയല്ലായിരുന്നു, ഇത് തെറ്റാണ്, സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടാൽ അത് വാർത്തയാവില്ലേ? ജനം വിശ്വസിക്കില്ലേ? നിങ്ങൾ ആ നടപടികളോട്ട് മുമ്പോട്ട് പോകുന്നേ. അത് സഭാ നടപടികൾ വസന്ത് അതല്ല. നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇന്നലെ തന്നെ പോലീസ് മൊഴിയെടുത്തു എന്നുള്ളതാണ്. പരാതി വന്നത് ഇന്ന് 8:21 അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അക്കാര്യങ്ങൾ വിശദമാക്കേണ്ടി വരും എന്ന് വെച്ചാൽ അതിനർത്ഥം അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടാകാത്ത നടപടി തെറ്റിദ്ധരിപ്പിച്ച് നുണയായി നിയമസഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിലെ ഒരു കാതലായ വശം. അങ്ങനെയാണെങ്കിൽ താൻ പറഞ്ഞതാണ് ശരി എന്ന നിലയിൽ അദ്ദേഹത്തിന് അക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ബാധ്യതയുണ്ട്. അത് ഇതുവരെ പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൽ ഉന്നയിച്ച പ്രശ്നം. അല്ല, ഞാൻ അതേ പ്രശ്നത്തിന്റെ പരിഹാരമാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. എന്താണ് പരിഹാരമല്ല? നിങ്ങളുടെ ഭാഗം പറയാൻ മതി. നിങ്ങളുടെ നേതാവ് കളവ് പറഞ്ഞോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് വേണ്ട. അദ്ദേഹത്തിന് പരിഹാരക്രിയ പറഞ്ഞു കൊടുക്കണ്ട. കൂടോത്രമൊക്കെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. അല്ലല്ല, അദ്ദേഹം ഒരു കള്ളം പറഞ്ഞു. ഇപ്പൊ ചർച്ചയിൽ ഇതാ നോക്കൂ, അനിൽകുമാർ ഒരു കള്ളം പറയുന്നു. എന്താണ്? ഇമെയിൽ മുഖേന പരാതി തന്നു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നില്ല. വൈശാഖ് കല്ലാട്ടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലും DYSP ഓഫീസിലും ഒക്കെ പോകുന്ന ചിത്രങ്ങൾ നിങ്ങൾ ഒഴിവാക്കി എല്ലാം ഇമെയിൽ മുഖേന ഈ രാജ്യത്ത് പരാതി കൊടുക്കില്ലേ? 8:21 എങ്ങനെ പോയി? 8:21 വസന്ത് സിറിയക് എന്റെ ചോദ്യം, 8:21 നിങ്ങൾ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയത് എങ്ങനെയാണ്? സംസാരിച്ചാണല്ലോ. BNS പ്രകാരമുണ്ടല്ലോ. BNS പ്രകാരം രാജ്യത്ത് ഏത് സ്റ്റേഷനിലും FIR ഇടാൻ ഒരു മെസ്സേജ് അയച്ചാൽ മതി എന്നുള്ള സ്ഥിതിയിലാണ് ഈ രാജ്യത്തെ നിയമം നിൽക്കുന്നത്. അതിൽ ഞാൻ കുറ്റം പറഞ്ഞില്ല. BNS വരുന്നതിന് മുമ്പ് കുറ്റം പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയത് ഉച്ച കഴിഞ്ഞാണെന്നേ. ഈ സബ്മിഷനൊക്കെ ശേഷമാണ്. അവിടെയാണ് വേഗത്തിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ വേണ്ടി ഒരു പരാതി എന്നുള്ള ആ ആക്ഷേപം പ്രസക്തമാകുന്നതെന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ ശ്രീ
ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഞങ്ങൾ CPM പാർട്ടിയോടോ സംസ്ഥാന സെക്രട്ടറിയോടോ ഒന്നും അല്ല വിശദീകരണം ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടും ആ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനോടുമാണ്. കൃത്യമായ ഉത്തരം പറഞ്ഞിട്ട് പൊളിച്ചു കളയണം. അതൊരു കള്ളമാണെങ്കിൽ പൊളിച്ചു കളയണം. എന്തുകൊണ്ടാണ് ജനം ഇത് വിശ്വസിക്കുന്നത്? ജനം വിശ്വസിക്കുന്നത് അതിന് തക്ക ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഒന്ന്. രണ്ട്, ഇതൊരു മരുമകൻ സർക്കാരാണ് എന്ന് CPM പ്രവർത്തകർ തന്നെ പാടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇനി മൂന്നാമത്, അങ്ങ് ചോദിച്ച കാര്യം, PSC ബോർഡംഗങ്ങളുടെ നമ്പർ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വന്നു അത്രേ. ആര്? UDF. അതിനുശേഷം LDF ഭരിച്ചിട്ടില്ലേ? സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നമ്പർ കൂട്ടാമെങ്കിൽ നമ്പർ ചുരുക്കാനും പറ്റില്ലേ? 7 വർഷമായിട്ട് ഭരിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്പർ ചുരുക്കാത്തത്? ചോദ്യം അതല്ല. എന്റെ ചോദ്യം നിങ്ങളിങ്ങനെ നമ്പർ കൂട്ടിയത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഭരണകാലത്ത് ലേലം വിളിക്കാനും പിരിക്കാനും വേണ്ടിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഒരു ലേലം വിളിയും പിരിവും ഉണ്ടെന്ന് അങ്ങ് പറയുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ആണോന്നേ ചോദിച്ചിട്ടുള്ളൂ. 2016 മുതൽ നാളിതുവരെ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. നാളിതുവരെ ഒരു PSC അംഗത്തിന്റെ നിയമനത്തിൽ പോലും തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടില്ല. ആക്ഷേപം പോലുമില്ല. നിയമനത്തിൽ ആക്ഷേപമില്ല. ശ്രീ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ ജനം വിശ്വസിക്കുന്നു എന്നാണ്. താങ്കൾ ശ്രദ്ധിച്ചു കാണും. സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതുധാരണ, പ്രത്യേകിച്ച് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം അവർക്ക് കുറെ കൂടി അങ്ങനെ വിശ്വസിച്ച് തന്നെ പറയാം. ജനം ഇതൊക്കെ വിശ്വസിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസം. 2, മന്ത്രി റിയാസിനെയും മുഖ്യമന്ത്രിയെയും ചേർത്ത് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിക്കും അപ്പുറം അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് എന്ന നിലയിൽ ഒരു മരുമകൻ പ്രയോഗത്തിലൂടെ വസന്തും ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ വീണ്ടും താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് നുണ പറയുന്ന നിലയിൽ ഈ വിഷയത്തിൽ സമീപിക്കുന്നു. വ്യാജങ്ങൾ എന്ന പ്രശ്നം പ്രതിപക്ഷം അതിനെ ചേർത്തു പിടിച്ചാണോ ഈ സർക്കാരിനെ സമീപിക്കുന്നത്? പല കാര്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. താങ്കളുടെ മറുപടി ചുരുക്കി വേണം. കോൺഗ്രസ്സിന് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് കൂടോത്രത്തിൻ്റെ ഭാഷയാണ്. നമ്മുടെ മിഥുനം സിനിമയിൽ തേങ്ങ ഉടയ്ക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നെടുമുടി വേണുവിൻ്റെ കയ്യിരിക്കുന്ന, കർമ്മിയുടെ കയ്യിലിരിക്കുന്ന തേങ്ങ വാങ്ങിച്ച് ജഗതി ഉടയ്ക്കുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് അപേക്ഷിക്കുന്നത്, ആ തേങ്ങ ഇവിടെ ഉടക്കേ. പ്രതിപക്ഷ നേതാവ് ഉടയ്ക്കാൻ കാത്തു നിൽക്കണ്ട. ഇപ്പം ഞങ്ങളുടെ തല തെറിച്ച് പോകട്ടെ. പ്രതിപക്ഷം പറയുന്നതെല്ലാം നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളെ ജനങ്ങൾ കാണട്ടെ, ഞങ്ങളുടെ തല പൊട്ടിത്തെറിക്കുന്നതെന്ന് കാണട്ടെ. എന്താണ് വേണ്ടത്? PSC നിയമനത്തിന് വേണ്ടി ഇങ്ങനെ 22 ലക്ഷം രൂപ കൊടുത്തതുമായി ബന്ധപ്പെട്ട ഇന്നലെ ആരുടെ മൊഴിയെടുത്തു? ഏത് പോലീസ് സ്റ്റേഷനിലെ ഏത് പോലീസുകാരനെടുത്തു? ഇത്തരം പറഞ്ഞാൽ മതി. അത് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മേലെ ഇരുട്ടിൽ നിർത്താതെ പറയാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നലെ വരെയുള്ള അനുഭവം എന്ന് പറയുന്നത് ഇത്തരം നുണകൾ പറഞ്ഞിട്ട് അദ്ദേഹം ഓടി ഒളിക്കുന്ന അനുഭവമാണ്. അദ്ദേഹത്തെ നമ്മൾ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇടിമുറിയുടെ കഥ പറഞ്ഞിട്ട് 121 നമ്പർ ഇടിമുറി എവിടെയാണ്? കാര്യവട്ടത്ത്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു കാണട്ടോ, 121 നമ്പർ ഇടിമുറി. ആ മുറി തുറന്നിട്ടേ ഇല്ല. കാരണം എന്താണ്? ആ മുറി കൈകാര്യം ചെയ്യുന്നയാൾ അദ്ദേഹം ഗവേഷണ വിദ്യാർത്ഥിയാണ്, പോയിരിക്കുകയാണ്, സ്ഥലത്തില്ല. അപ്പോഴാണ് ആ മുറിയിൽ നിങ്ങളുടെ പ്രവർത്തകനെ ആക്രമിച്ചു SFI എന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയുന്നത്. ഇങ്ങനെ വില കെട്ട് പോകാമോ? പിന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഴിമതിയെല്ലാം നടത്തിക്കൊണ്ട് CPM പ്രവർത്തകർ പോലും അഴിമതി ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് നന്നായിട്ട് മനസ്സിലായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ചെന്നിത്തലയും കൂടെ ഒരുമിച്ചൊരു കേസിന് പോയി. മണ്ണാങ്കട്ടയും കരിയിലെയും കൂടെ കാശിക്ക് പോയെന്ന് പറഞ്ഞ പോലെ ഒരു കേസിന് പോയി. കേസ് AI ക്യാമറയായിരുന്നു. ബഹുമാനപ്പെട്ട K. സുധാകരൻ വന്ന് പഴമുറം കൊണ്ട് മറച്ച ആ ക്യാമറ. എന്തായിരുന്നു അനുഭവം? ഹൈക്കോടതി എന്താ പറഞ്ഞത്? ആ ടെൻഡർ എടുത്ത് നിയമാനുസരണം വ്യവസ്ഥകൾ വെച്ച് കരാറുകൾ നടപ്പാക്കിയവർക്ക് പണം കൊടുക്കാനോ ഇല്ലയോ? ഇപ്പം പണം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ കേസ് നിങ്ങൾ ജയിച്ചോ തോറ്റോ? CPM പ്രവർത്തകർ മനസ്സിലാക്കിയത് നിങ്ങളുടെ കേസ് നിങ്ങൾ ജയിച്ചില്ല എന്നാണ്. അപ്പോൾ എന്തിനാണ് ഞങ്ങളുടെ പ്രവർത്തകർ CPMനെതിരായി നാട്ടിൽ പറഞ്ഞു നടക്കുന്നത്? പിന്നെ K ഫോണുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ അടുത്ത അഴിമതി ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് കൊടുത്ത ഉടനെ പറഞ്ഞു, നിങ്ങൾ ഇതിന് മര്യാദയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അഴിമതിരഹിതന്മാരാണോ? മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ താമസിക്കുകയും വിദേശത്ത് പോയിട്ട് പുനർജനി തട്ടിപ്പ് നടത്തുകയും ആ തട്ടിപ്പിനെ കുറിച്ച് പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടില്ല എന്ന് കളവ് പറയുകയും പിന്നീട് പണം പിരിച്ചതിനെ സംബന്ധിച്ച് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുന്നത് വീഡിയോ പുറത്തു വരികയും ചെയ്ത സതീശൻ, പുനർജനിയുമായി ബന്ധപ്പെട്ടൊരു വെള്ളി രൂപ പിരിച്ചിട്ടില്ലെന്ന് നിയമസഭയിലെ സതീശൻ. പിന്നെ എങ്ങനെയാണ് തെളിഞ്ഞത്? അദ്ദേഹം തന്നെ വീഡിയോ പറയുകയാണ്, നിങ്ങൾ ഈ പണം തരണം, അതെല്ലാം നാട്ടിൽ വീടായി മാറും.
വിദേശ പണം ശേഖരിക്കുന്ന സതീശൻ, ഇത് രണ്ടും നമ്മൾ കാണുകയല്ലേ? നാട്ടുകാർ ഏതാ വിശ്വസിക്കുന്നത്? കെ ഫോണുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സതീശനോട് പറഞ്ഞത് അഴിമതിരഹിതമായ പ്രവർത്തനത്തിൽ നിങ്ങളുടെ നിലവാരം എന്താ? അതിൽ അഴിമതിരഹിതമായ പ്രവർത്തനത്തിന് പോയ ബഹുമാനപ്പെട്ട ചെന്നിത്തല 1 കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടലാസിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ കടലാസ് വിശുദ്ധമായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം സത്യമായിരിക്കുമെന്നാണല്ലോ നിങ്ങളുടെ കേസ്. പക്ഷെ കുഴൽനാടൻ കോടതി പോയി. കുഴൽനാടൻ കോടതി പോയപ്പോൾ കുഴൽനാടൻ്റെ 2 ചെകുത്തെട്ടും പിടിച്ച് അടിച്ചിട്ട് മേലാൽ ഈ വഴിക്ക് വരരുതെന്നൊരു കോടതി പറഞ്ഞു. കാരണം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഒരു കീറക്കടലാസ് പോലും ഈ മാസപ്പടി കേസിനകത്ത് ഹാജരാക്കിയില്ല എന്ന് കുഴൽനാടനെതിരെ വിധിച്ചിരിക്കുകയാണ് കോടതി. അതിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഇതിനെ തലകുനിച്ച് നടക്കണത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരായ ബലം വന്നു എന്ന് കരുതിയാൽ ഉടനെ നമ്മുടെ നാട്ടിലെ എല്ലാവരും നിങ്ങൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു എന്നൊന്നും ആരും ധരിക്കണ്ട. ഞങ്ങൾ തലയുയർത്തി പിടിച്ചാണ് നിൽക്കുന്നത്. PSCയുമായി ബന്ധപ്പെട്ട ഇപ്പം 21 പേര് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ആ 21 പേരുടെ നിയമനത്തിൽ ഒരു കുറവുമില്ല. അവരെല്ലാം കൃത്യമായിട്ട് നിയമിച്ചു. ഞാൻ ചോദിക്കുന്ന, ഗവർണർക്ക് പരാതി കൊടുത്തല്ലോ PSC നിയമനത്തിനെതിരെ. ഗവർണർ നിയമനം അംഗീകരിച്ചോ തള്ളിയോ? കേരളത്തിലെ സർക്കാരിനെതിരെ ഏറ്റവും തെറ്റായ നിലയ്ക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവർണർ പോലും ഈ നിയമനങ്ങളെ അംഗീകരിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഗവർണർക്ക് പോലും, സംഘി ഗവർണർക്ക് പോലും, RSSകാരനായ ഗവർണർക്ക് പോലും ഒരിക്കലും ചോദ്യം ചെയ്യാൻ വഴിയറ്റാത്ത ഇന്റഗ്രിറ്റി ഉള്ളവരാണ് കേരളത്തിലെ PSCയിൽ പിണറായി സർക്കാർ നിയമിച്ചതെന്നുള്ളത് ഞങ്ങളുടെ സാക്ഷ്യപത്രമാണ്. പക്ഷേ ശ്രീ അനിൽകുമാർ, കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഈ ചർച്ചയിൽ വസന്തിനായാലും ഒരു പിടിവള്ളി എന്താണ്? മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു തട്ടിപ്പ് ശ്രമം നടന്നു, അതിൻ്റെ ഒരു പങ്ക് കൈപ്പറ്റിയിട്ടുണ്ട്, അങ്ങനെ ഒരു പരാതി എവിടെയോ ഉണ്ട്, ആരാണ് എന്താണ് എന്ന നിലയിലൊന്നും പേരുകൾ പുറത്തു വരുന്നില്ല. ചില സൂചനകളൊക്കെ വാർത്തകളിൽ വരുന്നു എന്നതിനപ്പുറം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മന്ത്രി റിയാസിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിലേറ്റവും ശക്തമായി ഈ വാർത്തകളിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഇതറിഞ്ഞ് അദ്ദേഹം തന്നെ വളരെ ശക്തമായി പാർട്ടിക്കകത്ത് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പരിശോധിക്കുന്നതിലേക്ക് പോയി. എന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉണ്ട് എന്ന നിലയിലെ വാർത്തകളല്ലേ പ്രതിപക്ഷത്തിൻ്റെ പിടിവള്ളി? അല്ല, CPMൻ്റെ സമീപനം എന്താണ്? നിങ്ങൾ CPMൻ്റെ ഏതെങ്കിലും പ്രവർത്തകൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പാർട്ടി പരാതി വന്നാൽ ഏതൊരു പരാതി പോലെ അത് കൈകാര്യം ചെയ്യും. അതെപ്പോഴും CPMൻ്റെ നയമാണ്. ആ നയം എന്തിനാണ്? ഒരാൾക്ക് പാർട്ടിയിൽ ഒരു പരാതി വരാൻ അവകാശമുണ്ട്. നാട്ടിലെ ഏതൊരു മനുഷ്യനും അയാൾ പാർട്ടി മെമ്പർ ആകണമെന്നില്ല. അത് ഈ പാർട്ടി വിശ്വാസമുള്ളവനാണ്. അവരുദ്ദേശിക്കുന്നത് എന്താണ്? അവർ പരാതി പറഞ്ഞുകൊണ്ട് പറയുന്നത് CPMൻ്റെ നീതി ഞങ്ങൾക്ക് കിട്ടണം. അതിന് കോൺഗ്രസ്സുകാരെന്താ പറയുന്നത്? അത് പാർട്ടി കോടതിയാണ്. CPMന് കോടതിയില്ല. പക്ഷെ CPMൻ്റെ ഭരണഘടനയിൽ അച്ചടക്ക നടപടികൾ പറയുന്നുണ്ട്. ഒരു പാർട്ടി അംഗത്തിൻ്റെ കാത്തു സൂക്ഷിക്കേണ്ട നിലവാരത്തെക്കുറിച്ച്. അതിന് വിരുദ്ധമായിട്ടൊരു CPM അംഗം പ്രവർത്തിച്ചു എന്നൊരു പരാതി പാർട്ടിയിൽ വന്നാൽ പാർട്ടിയിലുള്ള വിശ്വാസമുള്ള പരാതിക്കാരൻ പരാതി തരും. നമ്മൾ ആ പരാതി അനുസരിച്ച് അത് കേട്ടെന്നിരിക്കും. അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ ഈ കേസിനകത്ത് അത്തരമൊരു പരാതി നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാധ്യമങ്ങളെ വെച്ച് ഊഹാപോഹം ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ബഹുമാനപ്പെട്ട റിയാസിനെക്കുറിച്ച് എന്തെല്ലാം കെട്ടുകഥകളാണ്, എന്തെല്ലാം ആക്ഷേപങ്ങളാണ്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗുകാരെന്താ പറയണത്? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് മുസ്ലിം അല്ല, അദ്ദേഹം മുസ്ലിം ആചാരപ്രകാരം കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എത്ര വൃത്തികെട്ട നിലയിലാണ് കോഴിക്കോട് പറഞ്ഞത്. അങ്ങനെ മുസ്ലിമല്ല മുഹമ്മദ് റിയാസ് മുസ്ലിം ആചാരങ്ങൾ പാലിക്കാത്തയാളാണ് എന്ന് ലീഗുകാർ പറയുമ്പോൾ, SDP പറയുമ്പോൾ, മറുഭാഗത്ത് RSS എന്താ പറയുന്നത്? ഇദ്ദേഹം മുസ്ലിം മാത്രമാണ്. എന്നിട്ടോ റിയാസിനെതിരെ കെട്ടുകഥകൾ പറയുന്നു, നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നു. അത്തരം നുണക്കഥകൾ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നതിൽ ഏറ്റവുമേറെ അപമാനപരമായ തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ്. ഒരു വാക്കുകൂടെ പറയാം, അദ്ദേഹത്തിൻ്റെ കൂടെയല്ലേ അദ്ദേഹത്തിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട EP ജയരാജൻ്റെ ഭാര്യയുടെ തല വെട്ടിയിട്ട് ഒരു വനിതയുടെ തല വെച്ചത്, കള്ളക്കടത്ത് കേസിലെ പ്രതിയിടത്. നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ മോർഫ് ചെയ്ത് കള്ളക്കടത്തുകാരുടെ വെച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന ഏറ്റവും ദാരുണമായ അവസ്ഥ കേരളത്തിലുണ്ടായില്ലേ? ഇത് ചെയ്ത ആളുകളാരാ? ഇത് ചെയ്ത ആളുകൾ മാന്യന്മാരാണോ? അങ്ങനെ മോർഫിങ്ങിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. കൂടോത്രത്തിലൂടെ പരസ്പരം തലയറുത്തുകൊണ്ടിരിക്കുന്നവരാണ്. തീർച്ചയായും ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ ആ ചിത്രം ഷെയർ ചെയ്തതും
വലിയ വാർത്തയും വിവാദവുമായി മാറിയിരുന്നത്. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പിന്നീട് അറിഞ്ഞതാണ്. അങ്ങനെയാണ് പലപ്പോഴും ഇപ്പോൾ നടന്നു വരുന്നത്. അതാണ് ഊഹാപോഹങ്ങളും വെറും ആരോപണങ്ങളും ഉന്നയിക്കുക, ഒരു വസ്തുതയും ഇല്ലാതിരിക്കുക, പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുക. അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചവരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞവരും എഴുതിയവരും നിശബ്ദരായി ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ പോവുക. ഈ രൂപത്തിൽ അപകടകരമായ നിലയിൽ ഏറ്റവും അധികം വ്യക്തിഹത്യ നടക്കുന്ന നിലയിലേക്ക്, കള്ളപ്രചാരണം നടക്കുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ മറ്റൊരു അർത്ഥത്തിൽ ദോഷകരമായി സംഭവിക്കുന്നുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ മന്ത്രി റിയാസിനെതിരെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക, ഒരു വസ്തുതയുമില്ലാത്ത വിധം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ആ വസ്തുതകൾ പിന്നീട് ബോധ്യപ്പെടുന്ന നിലയിൽ വരുമ്പോൾ എന്താണ് സമീപനം എന്നതും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഈ വിഷയത്തിൽ വളരെ വേഗം നമുക്ക് ഈ ചർച്ചയുടെ അവസാന മിനിറ്റുകളിലേക്ക് വരാം. ഞാൻ ശ്രീ ജയചന്ദ്രനോട് നേരത്തെ ശ്രീ അനിൽകുമാറുമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച അതേ കാര്യം, പ്രതിപക്ഷം ഏത് സാഹചര്യത്തിലും പറയുന്നൊരു കാര്യം, CPIM എന്ന പാർട്ടിക്ക് മുമ്പാകെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പാർട്ടി അതുകൊണ്ടാണല്ലോ സംസ്ഥാന സെക്രട്ടറി അത് പരിശോധിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഇന്ന് പ്രതിപക്ഷ നേതാവും സഭയിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച പോലെ തന്നെ അതുതന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നതും. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ PSCയിലും അല്ലെങ്കിൽ അത്തരം ഒരു പരിശ്രമം നടക്കുന്നു എന്ന ഒരു ആശയക്കുഴപ്പമോ ഒരു പുകമറയോ ഒരു ആരോപണമോ ഒക്കെ നിലനിർത്താനുള്ള ഒരു പരിശ്രമമെങ്കിലും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ. അതെ തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ ഈ കേസിൽ ശരത്ത് കോഴിക്കോട് ടൗൺ ഏരിയ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന പ്രമോദ് കോട്ടൂളി എന്ന നേതാവിനെതിരെയാണ് വ്യക്തമായും പേര് പറഞ്ഞു തന്നെ ആരോപണം ഉയർന്നിട്ടുള്ളത്. അതിൽ തെറ്റായി മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് ഉന്നയിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ കാണുന്നത്. തെറ്റായി എന്ന് തന്നെ മാധ്യമ വാർത്തകൾ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മന്ത്രിയെ നേരിട്ടോ പരോക്ഷമായിട്ടോ കുറ്റപ്പെടുത്താൻ തയ്യാറാവാതിരുന്നതും ഇന്ന് വിധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതൊരു വനിതാ ഹോമിയോ ഡോക്ടറുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയം ഇങ്ങനെ ഇപ്പോൾ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം സ്ഥലത്തെ ഇന്ന് മനോരമ ഓൺലൈനിൽ രാവിലെയാണല്ലോ വാർത്തകൾ വരുന്നത്. ഇന്ന് രാവിലെ ഈ ഓൺലൈൻ വാർത്തകൾ എന്താ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദം PSC അംഗത്വം സംബന്ധിച്ച് 22 ലക്ഷം രൂപ കോഴ വിവാദം എന്ന് പറഞ്ഞിട്ട് പ്രയോഗിക്കുന്ന പദം ഇതാണ്, ആവിയായിപ്പോയി. ഇന്ന് മനോരമയുടെ ഓൺലൈനിലെ വാർത്തയാണ്, ഇപ്പോഴും കിടക്കുന്ന വാർത്തയാണ് കേട്ടോ. അപ്പോൾ അത് ആവിയായിപ്പോയി. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മണക്കുന്നുണ്ട്. തീക്ഷ്ണമായ ഈ ഗന്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഈ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്രി റിയാസിൻ്റെ പ്രതികരണം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിരന്തരമായി കേരളത്തിലെ ഒരു മന്ത്രിയെ നിരന്തരമായി ആക്രമിക്കുന്നതിൻ്റെ പിന്നിൽ എന്ത് സുഖമാണ് ഇവർ കണ്ടെത്തുന്നത്? ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വേട്ടയാടലിലൂടെ ഇത് ഒരു പ്രാവശ്യം എന്നുള്ള നിലയിലല്ല, നിരന്തരമായി ഉന്നയിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് ഒരടിസ്ഥാനവും തങ്ങളുടെ പക്കലില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം അത് പറയണ്ടേ? എന്നിട്ടും വളരെ മിതത്വം പാലിച്ചാണ് ഇന്നലെ മന്ത്രി റിയാസ് പ്രതികരിച്ചത്. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ കാര്യം എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങളെ സംബന്ധിച്ചോളം കൃത്യമാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട്, പുത്രി ഭർത്താവ് ആയതുകൊണ്ട് തന്നെ അതാണ് റിയാസിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ഏക കാരണം എന്നുള്ളത് ജനങ്ങൾക്ക് വ്യാപകമായിട്ട് അറിയാം. അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ ഇതുവരെയുള്ള SFI കാലം മുതൽ, സ്കൂൾ വിദ്യാഭ്യാസ ജീവിതം മുതൽ SFIയിൽ വന്നു, DYFIയിലായി, പാർട്ടിയിൽ വന്ന ആ വ്യക്തി ഇതുവരെ ട്രാക്ക് റെക്കോർഡിൽ എവിടെയെങ്കിലും ഒരു കറയെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ലേ ആദ്യം നോക്കുക, അല്ലേ? പൊതുപ്രവർത്തന രംഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഇവിടെ വസന്തോ തന്നെ ആവർത്തിക്കുകയാണ് അടിസ്ഥാനരഹിതമായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം UDFൻ്റെ ഒരു MLA-മാരും അസംബ്ലിയിൽ പറയാത്ത കാര്യമാണ് റിയാസിനെതിരെ വസന്തി ചർച്ചയിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ ഉന്നയിക്കുന്ന ആരോപണത്തിന് ലെവലേശം ആത്മാർത്ഥതയെങ്കിലും അല്ലെങ്കിൽ ഉത്തരവാദിത്വമെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിച്ചുകൊണ്ട് വേണം ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ. അത് വസന്തിനെ പോലുള്ള വളർന്നു വരുന്ന നേതാക്കൾ ചാനൽ ചർച്ചകളിലാണെങ്കിലും മാധ്യമങ്ങൾ അവരുടെ ഏത് മീഡിയത്തിലാണ്, പ്രിന്റ് മീഡിയ ആണെങ്കിലും ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും ആ ഉത്തരവാദിത്വം കാണിക്കണം. അല്ലാതെയുള്ള സംഗതികൾ എളുപ്പം അത് കാറ്റുപോയ ബലൂൺ പോലെ ആയിത്തീരുക തന്നെ വേണമല്ലോ.
അതുണ്ടാവുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതാണ് ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റായിട്ട് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പ്രമോദ് അടക്കമുള്ള ആൾക്കാർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ തെളിയിക്കാനായാൽ അത് പിന്നെ വളരെ വലിയൊരു രീതിയിൽ തന്നെ CPM അതിനെ കണക്കാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയാണ് വിശ്വാസം. എന്നെ പോലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഞാൻ സമയം കൊണ്ട് ഇടപെടുകയാണ്. വസന്ത് ഞാൻ വളരെ ചുരുക്കി പറയാം. അതായത് പ്രതിപക്ഷ നേതാവ് പോലും സഭയിൽ പറയാത്ത തരത്തിലേക്ക് ഒരു ചർച്ചയിൽ മന്ത്രി റിയാസുമായി ബന്ധപ്പെടുത്തി താങ്കൾ പോയതിലെ അനൗചിത്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് വളരെ പ്രകടമായിട്ട് അതിലുണ്ടായിരുന്നു. സത്യത്തിൻ്റെ കണിക പോലുമില്ലാത്ത ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ, നേരത്തെ ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ, മനോരമ ഓൺലൈൻ എഴുതിയതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പ്രതിപക്ഷം ആവിയായി പോവില്ലേ? നോക്കൂ, ശ്രീ അനിൽകുമാറും അങ്ങുമൊക്കെ പറയുന്നത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി അനിതര സാധാരണമായ രീതിയിൽ വ്യക്തിഹത്യ നേരിടുന്നു, അദ്ദേഹം വേട്ടയാടപ്പെടുന്നു എന്നാണ്. നോക്കൂ, ആന്തൂർ സാജൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയെ പറ്റി തീർത്താൽ തീരാത്ത അപരാധങ്ങൾ എഴുതി വെച്ച പാർട്ടി പത്രത്തെ അങ്ങ് മറന്നോ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ CD തേടിപ്പോയ പാർട്ടി നേതാക്കളെ, അതിന്റെ പിന്നാലെ നടന്നവരെ അങ്ങ് മറന്നോ? അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ മകൾ അച്ചു ഉമ്മനെ വേട്ടയാടിയത് മറന്നുപോയോ? പരാതിയുമായി മുമ്പോട്ട് വന്ന മറിയക്കുട്ടിച്ചാടത്തിയെ ഏത് രീതിയിലാണ് CPM-ന്റെ സൈബർ സഖാക്കൾ കൊത്തി വലിച്ചത് എന്ന് നമ്മൾ കണ്ടില്ലേ? അപ്പോ ഞങ്ങളുടെയൊക്കെ കണ്ണിലെ കരടെടുക്കാൻ വരുന്നതിന് മുമ്പ് ആന്തൂർ സാജന്റെ ഭാര്യയ്ക്ക് നേരെ, മറിയക്കുട്ടിച്ചേടത്തേക്ക് നേരെ, അച്ചൂമ്മന് നേരെ, അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് നേരെ എടുത്തു വെച്ച തടിയുണ്ടല്ലോ നിങ്ങളുടെ കണ്ണിലെ, അതെടുത്തു മാറ്റിയിട്ട് വേണം ഞങ്ങളെ പഠിപ്പിക്കാൻ വരാൻ. രണ്ട്, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? പറഞ്ഞോളൂ. എന്താണ് പറയൂ. നിങ്ങൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളുമായി, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തിയ കാര്യത്തിലൊക്കെ അദ്ദേഹം വ്യക്തിപരമായി നേരിട്ട പ്രതിബന്ധങ്ങളുടെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ഏറ്റവും മോശപ്പെട്ട ആക്ഷേപങ്ങൾ കടന്നു വന്ന ഘട്ടത്തിലൊക്കെ അതിനെ ഒരു രാഷ്ട്രീയമായി ഏറ്റെടുക്കാത്ത വിധം അതിനെ ഏറ്റവും മാന്യമായി പെരുമാറിയ രാഷ്ട്രീയ എതിർപക്ഷത്ത് നിൽക്കുന്ന നേതാവായിട്ടുള്ള പിണറായിയെക്കുറിച്ചൊക്കെ ആത്മകഥയെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ മരണശേഷം അച്ചൂമ്മനെ വേട്ടയാടി മറന്നുപോയോ? കേരളത്തിലെ മാധ്യമങ്ങൾ കൊത്തിവലിച്ച ഉമ്മൻചാണ്ടിയെ മറന്നുപോയോ? മാധ്യമങ്ങൾ ഞങ്ങളെ വല്ലാതെ അങ്ങ് വരിഞ്ഞു മുറുകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും എല്ലാ കാലത്തും പ്രതിപക്ഷ ധർമ്മത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഞങ്ങൾ നാളെ അധികാരത്തിൽ വന്നാൽ മറ്റാരെങ്കിലും അതാണ് മാധ്യമങ്ങളുടെ ആ സമീപനത്തെക്കുറിച്ച്. ഞാൻ ശ്രീ അനിൽകുമാർ, നമ്മുടെ സമയം തീരുന്നതുകൊണ്ടാണ് വളരെ ചുരുക്കി, അതായത് നേരത്തെ താങ്കൾ കരുവന്നൂരിനെ കുറിച്ച് കൂടി പറഞ്ഞതുകൊണ്ട് അതേക്കുറിച്ച് കൂടി 2 വാചകം, അതിനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. വ്യാജ ആരോപണങ്ങൾ, അതിലൂടെ മുന്നോട്ട് പോവുകയാണോ പ്രതിപക്ഷം? ഇത്രേ ഉള്ളൂ, വേഗം. അല്ല, ഇന്ന് കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഒരു കോടതി വിധി വന്നു. എന്താ കോടതി വിധി പറയുന്നത്? 100 കോടി രൂപയുടെ അഴിമതി നടത്തിയ ഒരു മാനേജർ ബിജു കരീം, അദ്ദേഹം 111 പേരുടെ വ്യാജമായി ജീവിച്ചിട്ടില്ലാത്ത പേരുടെ പേരിലാണ് വായ്പ എടുത്തത്. എന്നിട്ട് കാശടിച്ച് മാറ്റി. ആ മുഴുവൻ രേഖകളും ഫോറൻസിക് പരിശോധന നടത്താൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ്റെ പോലീസ്, നരേന്ദ്രമോദിയുടെ, നിർമ്മലാ സീതാരാമൻ്റെ ED എന്താ പറയുന്നത്? അത് നിങ്ങൾ പരിശോധിക്കാൻ പാടില്ല. അവസാനം ഹൈക്കോടതി എന്താ പറഞ്ഞത്? 2 മാസത്തിനകം തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബറട്ടറി അത് പരിശോധിക്കണം. എന്താ പ്രശ്നം? 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ബിജു കരീം എന്ന് പറയുന്ന മാനേജർ ED മാപ്പുസാക്ഷിയാക്കിയിരിക്കുന്നു. കരുവന്നൂരിൽ 100 കോടി തട്ടിപ്പ് നടത്തിയവനെ എന്തുകൊണ്ട് ED മാപ്പുസാക്ഷിയാക്കി? അതിനെ കോൺഗ്രസ് എതിർക്കുമോ? ഞാൻ ഇന്ന് ഈ ചർച്ച പറയുന്ന ഒറ്റ ചോദ്യമുള്ളൂ. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ബിജു കരീം എന്ന് പറയുന്ന കരുവന്നൂരിലെ 100 കോടി തട്ടിപ്പ് നടത്തിയതിന് ആരോപണം നേരിടുന്ന വ്യാജരേഖകൾ ഉണ്ടാക്കി തെളിഞ്ഞൊരാൾ, അത് ഹൈക്കോടതി തന്നെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി വിധി വാങ്ങിച്ചിരിക്കുന്നു, നിങ്ങൾ ഒരു വാക്ക് എതിർത്തിട്ടുണ്ടോ? ആർക്കെതിരെ? EDക്കെതിരാണ്. 100 കോടി തട്ടിപ്പ് നടത്തിയവനെ മാപ്പുസാക്ഷിയാക്കിയത് തെറ്റ് എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? സതീശൻ പറഞ്ഞോ? സുധാകരൻ പറഞ്ഞോ? ഇതാണ് നിങ്ങളുടെ സുരേഷ് ഗോപിയോടുള്ള നിലപാട്. ആ നിലപാട് കൊണ്ടാണ് നിങ്ങളുടെ വോട്ട് ചോർന്നു പോയത്. ശരി, തൃശ്ശൂരിൽ നിങ്ങളുടെ വോട്ട് ചോർന്നു പോയത്. ഓക്കെ.
എന്താ കേരളത്തിൽ ഞങ്ങൾക്കാകെ കുഴപ്പം, നാട്ടുകാരെല്ലാം വിശ്വസിച്ചു. തൃശ്ശൂരിൽ നിങ്ങളുടെ വോട്ട് ചോർന്നു പോകാൻ കാരണം ഇതാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി. അത് ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ. ശരി ശ്രീ അനിൽകുമാർ, നമ്മുടെ സമയം അല്പം കടന്നുപോയി എങ്കിൽ പോലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് താങ്കൾ നേരത്തെ ഉന്നയിച്ചത് കൊണ്ട് മാത്രം, പറയാൻ വന്നതുകൊണ്ട് മാത്രമാണ്, അത് ഈ ചർച്ചയ്ക്ക് പുറത്തു നിൽക്കുന്നതാണ്. പക്ഷേ വ്യാജ ആരോപണങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് തിരിച്ചറിയുന്ന കാലവും ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾക്ക് മുമ്പിൽ അത് എങ്ങനെ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താനാകും എന്ന ഒരു ഉത്തരവാദിത്വം നേതാക്കൾക്ക് വേണ്ടേ. ഈ വ്യാജങ്ങൾക്ക് പിന്നാലെ പോയാൽ നേതൃത്വത്തിനും നേതാവിനും മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടാകുന്ന ക്ഷീണം, അപജയം എന്നത് പ്രതിപക്ഷവും കാണേണ്ടതല്ലേ, മുൻ പരാജയങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ എന്നതടക്കം ഉയരുന്ന വിഷയങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചർച്ചയിലേക്ക് കടന്നു വന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനം.